പള്ളിക്കെതിരായി പുറപ്പെട്ടുകൊണ്ടിരുന്ന ഹർജികളൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് കോടതി പറഞ്ഞത് വലിയ ആശ്വാസമേകുന്ന കാര്യം തന്നെയാണ്. ഏതോ ആകട്ടെ, ഇപ്പോഴും വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, കള്ളപ്രചരണം നടത്തുന്നവർ കൂടി അറിയാൻ പറയുകയാണ്, ഇസ്ലാമിൻ്റെ നയം, മറ്റൊരാളുടെ ഭൂമി കയ്യേറുന്നതിൽ ഇസ്ലാമിൻ്റെ നയം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർളി, ഭൂമിയുടെ അതിരുകൾ മാറ്റി സ്ഥാപിക്കുന്നവനെ പടച്ചവൻ ശപിച്ചിരിക്കുകയാണ്. ശാപം പേറിയ ഒരു ജീവിതമായിട്ടാണ് ഞങ്ങളുടെ നേതാവ് ഭൂമി കയ്യേറിയവനെ പരിചയപ്പെടുത്തിയത് എങ്കിൽ ആ നേതാവിൻ്റെ അനുയായികൾ ഒരിക്കലും ഒരമ്പലവും തകർത്തിട്ട് പള്ളി പണിയാൻ വരില്ല എന്ന് വിദ്വേഷ പ്രചാരകൾ സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് മുസ്ലിം സമൂഹം അടുത്തതായി അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരി എന്ന ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ്, ലോകത്തിൻ്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അഖദ മിനൽ അർളി ശൈഅൻ ബിഗൈരി ഹഖിഹി, അന്യാധീനമായി ഒരു തുണ്ട് ഭൂമി ഒരാൾ കൈവശപ്പെടുത്തിയാൽ ഖുസിഫ ബിഹി യൗമൽ ഖിയാമത്തി ഇലാ സബ്ഇ അർളീൻ, നാളെ പരലോകത്ത്, നാളെ ഖിയാമത്ത് നാളിൽ 7 ഭൂമിക്കടിയിലേക്ക് അവന് ആഴ്ത്തപ്പെടുമെന്ന ഭീഷണിയുടെ സ്വരമാണ് ഭൂമി കയ്യേറ്റക്കാരെ കുറിച്ച് ഇസ്ലാം സംസാരിച്ചത് എങ്കിൽ ഞങ്ങൾ ഏത് അമ്പലത്തെ തകർത്തിട്ടാണ് പള്ളി പണിയാൻ ശ്രമിക്കുക? ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ, പ്രിയപ്പെട്ടവരെ, വിദ്വേഷ പ്രചരണങ്ങൾ ആവശ്യമില്ലാതെ നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത വിധത്തിലുള്ള പ്രചരണങ്ങളൊക്കെ സ്വയം ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കണമെന്ന് വിനയത്തോടെ പറയട്ടെ.